പിണറായി വിജയൻ്റെ കാലത്താണ് കേരളത്തിൽ കൊക്കോള വരുന്നെങ്കിൽ ഒരു സമരം ഉണ്ടാവില്ല, അത് വിജയിക്കുകയില്ല. കാരണം പഞ്ചായത്തുകൾക്ക് അധികാരമില്ല. പിണറായി വിജയൻ സർക്കാരിൻ്റെ 9.5 കൊല്ലത്തെ പ്രവർത്തനത്തിൽ കേരളത്തോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം, എന്നാൽ കേരളത്തിൽ ഒട്ടും ഡിസ്കസ് ചെയ്യപ്പെടാത്ത, കേരളത്തിൽ ആരും അതിനെക്കുറിച്ച് പറയാത്ത ഒരു പ്രശ്നം ഇതാണ്: പഞ്ചായത്തുകളുടെ അധികാരം ഇല്ലാതാക്കി എന്നുള്ളതാണ്. പഞ്ചായത്തുകളുടെ ഫണ്ട് വെട്ടിമാറ്റിയെന്ന് പ്രതിപക്ഷം എപ്പോഴും പറയും. പഞ്ചായത്തുകൾക്ക് ഫണ്ട് കൊടുക്കുന്നില്ല, പഞ്ചായത്തുകൾ ഫണ്ട് പിടുങ്ങുന്നു, വക മാറ്റുന്നുള്ള പ്രതിപക്ഷ ആരോപണം. പക്ഷേ പഞ്ചായത്തുകൾ അധികാരം വെട്ടിമാറ്റി എന്നൊരിക്കലും പ്രതിപക്ഷം പോലും, ഇത് നിയമസഭയിൽ പോലും പറഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം എന്താ? ഇവരും അധികാരത്തിൽ വന്നാൽ ഇത് തന്നെ തുടരാൻ ഉദ്ദേശിക്കുന്നത്. നാളെ എങ്ങാനും പ്രതിപക്ഷ അധികാരത്തിൽ വന്നാൽ പഞ്ചായത്തുകൾക്ക് അത്ര അധികാരമൊക്കെ മതി. അവർ വലിയ തലവേദനയാണ്. കാരണം ഗ്രാമസഭകൾ ഒരു കാര്യം തീരുമാനിക്കുന്നു, പഞ്ചായത്തുകൾ ഞങ്ങൾ അനുമതി കൊടുത്ത വ്യവസായത്തിന് പഞ്ചായത്തുകൾ അനുമതി കൊടുക്കുന്നില്ല. പ്ലാച്ചിമട സമരം ഓർമ്മയുണ്ടാവും. പ്ലാച്ചിമട സമരത്തിൻ്റെ റൂട്ട് ഡിബേറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? അവിടെ പ്ലാച്ചിമട ഗ്രാമപഞ്ചായത്ത് കൊക്കോള കമ്പനികൾ അനുമതി നിഷേധിച്ചു. അതാണ് ആ പ്രൊട്ടസ്റ്റിൽ എന്താണ് ജനങ്ങളുടെ സമരത്തിന് വിജയകരമായ ഒരു കാര്യം. ഇന്നത്തെ മന്ത്രിയായ കെ കൃഷ്ണൻകുട്ടിയായിരുന്നു അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതി കൊക്കോള ഇവിടെ പ്രവർത്തിക്കേണ്ട, ഇവിടെ ഞങ്ങൾ അനുമതി തരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സമരം വിജയിക്കുന്നത്. അതർവൈസ് ഇന്നത്തെ കാലത്താണ് കൊക്കോള, അന്ന് നയനാരുടെ കാലത്താണ് കൊക്കോള വന്നത്, ഇന്നത്തെ കാലത്ത് പിണറായി വിജയൻ്റെ കാലത്താണ് കേരളത്തിൽ കൊക്കോള വരുന്നെങ്കിൽ ഒരു സമരം ഉണ്ടാവില്ല, അത് വിജയിക്കുകയില്ല. കാരണം പഞ്ചായത്തുകൾക്ക് അധികാരമില്ല, ജനങ്ങളുടെ ശബ്ദം കേൾപ്പിക്കപ്പെടുന്നില്ല.